രാവൊന്നു പുലർന്നാൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാകുമെന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ പാതിരാവിലും തുടരുന്ന ഈ രക്ഷാദൗത്യം എന്നുള്ളത്. അതിൽ ഏറ്റവും പുതിയതായി ഒരു വിവരം പങ്കുവെക്കാനുള്ളത് 245 മൃതദേഹങ്ങൾ കണ്ടെടുത്തതിൽ 167 മരണങ്ങൾ ഔദ്യോഗികമായി സർക്കാർ സംവിധാനം സ്ഥിരീകരിച്ചിരിക്കുന്നു. വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ 167 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 245 പേരുടെ മൃതദേഹങ്ങളാണ് ഇതിൽ ഇതുവരെ കണ്ടെത്തിയത്. അതിൽ 96 പേരെ, ഈ 167 മരണങ്ങൾ സ്ഥിരീകരിച്ചപ്പോൾ പോലും 96 പേരെയാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്. 245 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടും കേവലം 96 പേരെ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്. മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ ആശുപത്രി വരാന്തകളിലും ആശുപത്രി മുറികളിലുമായി ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് അവരെ തിരിച്ചറിയാൻ എത്രയും പെട്ടെന്ന് സാധിക്കുമെന്നൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ട്. ഈ 167 പേർ മരിച്ചതിൽ 77 പേർ പുരുഷന്മാരാണ്, 67 പേർ സ്ത്രീകളാണ്, 22 പേർ കുട്ടികളാണ്. ഒരു മൃതദേഹത്തിന്റെ ആൺ പെൺ വ്യത്യാസം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുകൂടി പറയുന്നു. അതായത് ഒരു മൃതദേഹത്തിന്റെ ലിംഗ നിർണയം, അതായത് ആൺ പെൺ വ്യത്യാസം തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. 166 മൃതദേഹങ്ങളാണ് ഇതുവരെയായി പോസ്റ്റ്മോർട്ടം നടത്തിയത്. 61 മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചതിൽ 49 എണ്ണവും പോസ്റ്റ്മോർട്ടം ചെയ്തു. 75 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 219 പേരെയാണ് ദുരന്ത പ്രദേശത്ത് നിന്നും രക്ഷപ്പെടുത്തി പരിക്കേറ്റവരായിട്ട് ആശുപത്രികളിൽ എത്തിച്ചത്. ഇതിൽ 78 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ്. മറ്റ് 142 പേരെ ചികിത്സയ്ക്ക് വിധേയരാക്കിയ ശേഷം ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ചികിത്സയിലുള്ളത് വയനാട് ജില്ലയിൽ 73 പേരും മലപ്പുറത്ത് 5 പേരുമാണ് ഫിജി ചികിത്സയിലുള്ളത്. ഇപ്രകാരമാണ് അത്തരത്തിലുള്ള കണക്കുകൾ. ഒപ്പം തന്നെ മറ്റു ചില കണക്കുകൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ജില്ലയിൽ, അതായത് വയനാട് ജില്ലയിൽ 82 ക്യാമ്പുകളിലായി 8304 പേരാണ് കഴിയുന്നത്. കേരള മനസാക്ഷി ഉണർന്നുകൊണ്ട്, മനുഷ്യ മനസാക്ഷി ഉണർന്നുകൊണ്ട് ഈ 10,000-ഓളം വരുന്ന 8304 എന്നുള്ളത് ഇനിയും കണക്കുകൾ കൂടും. കാരണം ഇപ്പോഴിതാ വരുന്നു, ഈ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന കണക്കുകൾ വരുമ്പോൾ അതൊന്നും ദുരന്തം വിതയ്ക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെങ്കിലും കളക്ടർ അടക്കമുള്ള ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ളവർ ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശത്ത് നിന്നും ആളുകൾ മാറി താമസിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ദുരിതാശ്വാസ ക്യാമ്പുകളിലെ വസിക്കുന്നവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കും. അവർക്ക് ആവശ്യമായ ഭക്ഷണം, വെള്ളം, അവരുടെ പ്രാഥമികമായ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള, അതായത് ഉടുക്കാനുള്ള വസ്ത്രങ്ങളടക്കം, അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ, സാനിറ്ററി നാപ്കിൻ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അവിടെ എത്തിക്കാനുള്ള ഒരു സന്മനസ് കേരളത്തിന്റെ മറ്റു ജില്ലകളിലുള്ള മനുഷ്യർ കാണിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ഘട്ടത്തിൽ. ജില്ലയിൽ കാലവർഷക്കെടുതിയുടെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പങ്കുവച്ചത്. ജില്ലാ കളക്ടർ തദ്ദേശ ഭരണകൂടം ആവശ്യപ്പെടുകയാണ് അവിടെ നിന്ന് ഈ മഴ മുന്നറിയിപ്പ്, അതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മുന്നറിയിപ്പ് അവഗണിക്കരുത് എന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഒരുപക്ഷെ ചിന്തിക്കുന്നവരുണ്ടാകും ഈ ഉരുൾപൊട്ടൽ കഴിഞ്ഞു, ഇത് അവസാനിച്ചു എന്ന്. അങ്ങനെ വിശ്വസിക്കാനാണ് നമുക്കും ഇഷ്ടം. അങ്ങനെ ആവട്ടെ, അങ്ങനെ ആയിരിക്കണം. ഇനി ഉണ്ടാവില്ല ഒന്നും, ആ പ്രതീക്ഷ തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ മുന്നറിയിപ്പുകൾ അവഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ജില്ലയിൽ അതുപോലെ വയനാട്ടിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിൽ, മുൻ വർഷങ്ങളിൽ ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പുലർത്തണം എന്നാണ് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിക്കുന്നത്. ജാഗ്രത എങ്ങനെയാണ് പുലർത്തുക എന്നത് വ്യക്തമാണ്. അവിടെ നിന്ന് അധികൃതർ പറയുന്നതനുസരിച്ച് മാറി താമസിക്കാൻ തയ്യാറാകണം. അതാണ് ഈ സ്ഥലങ്ങൾ ഞാൻ എടുത്തു പറയാം. കുറുമ്പോലക്കോട്ട, ലക്കിടി, മണിക്കുന്നുമല, മുട്ടിൽ, കോൾപ്പാറ കോളനി, കാപ്പിക്കളം, സുഗന്ധഗിരി, പൊഴുതന പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ്. അവിടുന്ന് മുന്നറിയിപ്പുകൾ, നിർദ്ദേശങ്ങൾ, അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും ജനങ്ങൾ പാലിക്കണം. അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ ക്യാമ്പിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടുള്ളവർ എത്രയും വേഗം താമസ സ്ഥലത്ത് നിന്ന് ക്യാമ്പുകളിലേക്ക് മാറണമെന്നും കളക്ടർ അറിയിക്കുന്നുണ്ട്. ഇതൊരു തയ്യാറെടുപ്പാണ്, അല്ലെങ്കിൽ ജാഗ്രതയുടെ ഭാഗമാണ്. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളതല്ല അതിനർത്ഥം. ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ അങ്ങനെ നമുക്ക് നേരിടാനാവില്ല, പ്രതിരോധിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായ സേഫായ സ്ഥലത്തേക്ക് മാറണം. സൗകര്യം ഒരുക്കിയിട്ടുള്ളവർ അത് കണ്ട് അതിനെ പാലിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരും വില്ലേജ് ഓഫീസർമാരും വേണ്ട നടപടികൾ സ്വീകരിക്കും ഈ കാര്യങ്ങളിൽ എന്നാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ അറിയിക്കുന്നത്. ഞാൻ റിയാസിലേക്ക് പെട്ടെന്ന് തിരികെ എത്താം. നമുക്ക് പുതിയ ദൃശ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.